ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണി 6:30 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് പഴം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ കുട്ടികളൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. അവർ അവിടെ ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. മദ്രസ ഉള്ളത് കാരണം അവരെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മളെ പുട്ട് വേകാനുള്ള ആ ഒരു സമയം കൊണ്ട് നമ്മളെ വിറകടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം. വിറകടുപ്പ് കത്തി തുടങ്ങിയാൽ കത്തി പിടിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. കത്തി പിടിച്ച് കിട്ടിയാൽ നല്ല കട്ട കണലായിരിക്കും കേട്ടോ. എപ്പോഴും നമ്മളെ അടുപ്പ് നല്ല ചൂട് തന്നെ ആയിരിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചകിരി വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ചോറും കറികളൊക്കെ വേകും. അത്രക്ക് നല്ല പെർഫെക്റ്റായിട്ട് കത്തുട്ടോ. കത്തി പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ട് ഞാനിവിടെ ചുട്ടിട്ടുണ്ട്. അതൊന്ന് കുത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ അവരെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് കാബേജ് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. എന്നിട്ട് രാവിലെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തണുപ്പ് പോയതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ക്യാബേജൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയൊന്ന് പച്ചമുളകിട്ട് ഒതുക്കിയതും കൂടി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഞ്ഞ നിറത്തിലുള്ള കാബേജ് അധികം ഉണ്ടാക്കലില്ല, മഞ്ഞപ്പൊടി ഇടലില്ല. വെള്ള കളറിലെ കാബേജാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ കാബേജ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് നമ്മൾ അവിടെ മൂടി വെച്ച് ആവിയിൽ വേവിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുള്ളൊരു ദിവസം രാവിലെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരിത്തിരി മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചൊക്കെ വലിയ വലിയ ചെമ്മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ അരിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ഇടുകയാണ്.
അപ്പോൾ സെന്നൂന് എന്നും ചോറ് കൊണ്ടുപോകുന്നത് കാരണം വേവ് കുറഞ്ഞ അരിയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ആക്കൽ. ചോറിന് അരിയൊക്കെ ഇട്ടതിന് ശേഷം അത് വേകുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഓരോരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടുന്ന ഒരവസ്ഥ മാറി കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറ്റാവുന്ന പാത്രങ്ങളൊക്കെ ഇടയിലൊക്കെ കഴുകി വെക്കാറുണ്ട്. ഞാനെൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അജുക്കുട്ടന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് സ്കൂൾക്ക് അവരെ മദ്രസക്ക് പോണ ആ ഒരു ടൈമിലാണ് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഉറക്കി കടത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവന് ഉണരാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ പണികൾ ഇവിടുന്ന് തീർത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവന് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത്. അവന് നന്നായിട്ട് ഉറങ്ങണ ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ അടുത്ത പണികളൊക്കെ എടുക്കൽ, തിരുമ്പലും തുടക്കലൊക്കെ. നമ്മുടെ കാബേജ് ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വെക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിലൊഴിച്ച് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവസാനം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ സവാള നന്നായിട്ട് വഴന്ന് കിട്ടുന്നത് വരെ മൂടി വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.